ഹലോ, ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ബിസ്ക്കറ്റ് പുഡിംഗ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ആഡ് ചെയ്യാം. പാലൊന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കസ്റ്റേർഡ് മിക്സ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓഫ് കസ്റ്റേർഡ് പൗഡർ ആഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. പാൽ നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റേർഡ് മിക്സ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് യൂസ് ചെയ്യാം. ഞാനിവിടെ മാരിഗോൾഡ് ബിസ്ക്കറ്റ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്യാനായിട്ട് ഒരു കോഫി മിക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു സാഷേ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നല്ല തിളച്ച വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് വേണം നമുക്ക് ഓരോ ബിസ്ക്കറ്റും ഡിപ്പ് ചെയ്തിട്ട് അസംബിൾ ചെയ്യാനായിട്ട്. പാലും കസ്റ്റേർഡ് പൗഡറും കൂടി നന്നായിട്ട് മിക്സായി കുറുകി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വാനില എസൻസ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് അസംബിൾ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഓരോ ബിസ്ക്കറ്റ് പീസസും കോഫി മിക്സിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ ട്രേയിൽ അസംബിൾ ചെയ്ത് കൊടുക്കാം. ബിസ്ക്കറ്റ്സ് ഓവർ ഡിപ്പാക്കാതെ കുറച്ചായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് വേഗം ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയർ ഓഫ് ബിസ്ക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച കസ്റ്റേർഡ് മിക്സ് ഇതിന് മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം. അഗൈൻ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. അടുത്ത ലെയറായിട്ട് വീണ്ടും ബിസ്ക്കറ്റ്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കസ്റ്റേർഡ് മിക്സ് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. മിക്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഡെക്കറേഷൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ബിസ്ക്കറ്റ് ക്രംസും കൂടി ആഡ് ചെയ്യാം. ഞാൻ ഇതിലെ സെയിം ബിസ്ക്കറ്റ്സ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഇതിൻ്റെ മുകളിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിങ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാവുന്നതാണ്. സോ ഡു ട്രൈ ഇറ്റ് ഔട്ട്. താങ്ക് യു.